2014 തണുത്ത ജനുവരിയിൽ രാഹുൽ ഗാന്ധി തന്റെ ആദ്യ രാഷ്ട്രീയ അഭിമുഖത്തിനിരുന്നു. Rahul, thank you very much. It's great to have you on the Frankly Speaking show today. Thank you very much. 43 വയസ്സാണ് രാഹുൽ ഗാന്ധിക്ക് പ്രായം. ഏതാനും മാസത്തിനുള്ളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി. Your first interview? It's not my first interview, but it's my first formal interview of this type, yeah. Why has it taken so long? എന്നാൽ ആ അഭിമുഖം സഹായിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ല, നരേന്ദ്രമോദിയായിരുന്നു. അഭിമുഖം നടത്തിയാൽ രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറി. He's avoiding a direct one-on-one battle with Mr. Narendra Modi. Rahul, you must answer that now. You have to understand a little bit about what Rahul Gandhi is. ആർക്കും മനസ്സിലാകാത്ത ഏതോ NGO ഭാഷയിൽ രാഹുൽ എന്തൊക്കെയോ പറയാൻ വേണ്ടി ശ്രമിച്ചു. മോദിക്ക് പകരം ആരുമില്ല എന്ന് പക്ഷേ ആ അഭിമുഖം പ്രൂവ് ചെയ്തു. Absolutely. Were congressmen involved? Did innocent people die? Absolutely. Were congressmen involved? Some congressmen probably were involved. അന്ന് ടൈംസ് നൗ മുതൽ ഇന്ന് റിപ്പബ്ലിക് ചാനൽ വരെ ഇരുന്ന് BJPക്ക് വേണ്ടി എതിരാളികളെ നിലതെറ്റി ആക്രമിക്കുന്ന ജേർണലിസ്റ്റ്, കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെയും രാജ്യദ്രോഹികളും ജിഹാദികളും അർബൻ നക്സലൈറ്റുകളുമായി നല്ല ഇംഗ്ലീഷിൽ തന്നെ മുദ്ര കുത്തുന്നയാൾ നമ്മൾ അർണാബ് ഗോസ്വാമിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. റിപ്പബ്ലിക് TVയുടെ മേധാവി, ചീഫ് എഡിറ്റർ, എല്ലാത്തിലും മുതിരി നരേന്ദ്രമോദിക്ക് പ്രിയങ്കരൻ. My question to you is, can the Congress party sustain its attack on Mr. Narendra Modi on this issue when he has been given the clean chit by the courts in the Gujarat riots? ആ അർണാബ് ഗോസ്വാമിയെയാണ് ഈ അടുത്തായി ഇടയ്ക്കിടെ വാർത്താമുറിയിലിരുന്ന് കേന്ദ്ര സർക്കാരിനെയും BJPയെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്നത്. വെറുതെ വിമർശിക്കുകയല്ല, കേന്ദ്ര സർക്കാരിന്റെ കൂറ് ജനങ്ങളോടല്ല, പകരം മുതലാളിമാർക്കൊപ്പമാണ്, കുത്തകകളെ വളർത്തലാണ് പണിയെന്ന് ഒരു മടി കൂടാതെയാണ് അർണാബ് സ്റ്റുഡിയോയിലിരുന്ന് വിളിച്ചു പറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല അർണാബിന്റെ ഈ മലക്കം മറിയലുകൾ. കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പല വിഷയങ്ങളിലും അർണാബ് ഇടപെട്ടു. The Prime Minister, no less, must intervene in this matter because I have not heard a word. ആദ്യം ഡൽഹിയിലെ വിഷപ്പുക അടിയന്തരാവസ്ഥയ്ക്കിടയിലാണ് അർണാബിന്റെ ഈ മാറ്റം ആദ്യമായി പ്രകടമായത്. 2025 ഡിസംബറിൽ ഡൽഹിയിൽ വായു നിലവാര സൂചിക 460 മുകളിലേക്ക് അപകടകരമായി ഉയർന്നപ്പോൾ അർണാബ് #NotA4AQI എന്ന ക്യാമ്പയിന് നേതൃത്വം നൽകി. വായു നിലവാര സൂചിക കുറയ്ക്കുന്നവർക്ക് വോട്ട്, കുറയ്ക്കാൻ ശ്രമിക്കാത്തവർക്ക് നോട്ട എന്നായിരുന്നു അർണാബിന്റെ മുദ്രാവാക്യം. ഒന്നുകൂടി നോക്കൂ, വായു നിലവാര സൂചിക കുറയ്ക്കുന്നവർക്ക് വോട്ട്, കുറയ്ക്കാൻ ശ്രമിക്കാത്തവർക്ക് നോട്ട എന്നതായിരുന്നു അർണാബിന്റെ മുദ്രാവാക്യം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്രൻ യാദവ് ചർച്ചയ്ക്ക് വരാതെ മുങ്ങുന്നത് അർണാബ് ചോദ്യം ചെയ്തു. Where is the Minister for Environment? Where is the Minister for Environment in the Modi government? വായു മലിനീകരണം ചർച്ച ചെയ്യാത്ത പാർലമെന്റിനെ കുറിച്ച് അർണാബ് രോഷം കൊണ്ടത് ഇങ്ങനെയായിരുന്നു. ഒരു പദ്ധതിയുടെ പേര് മാറ്റാൻ 48 മണിക്കൂർ എടുത്ത പാർലമെന്റിന് വായു മലിനീകരണം ചർച്ച ചെയ്യാൻ സമയമില്ല. അർണാബ് ഉദ്ദേശിച്ച എന്താണ്? തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് റാംജി എന്ന് മാറ്റിയ സംഭവത്തെ കുറിച്ചാണ്. സ്വന്തം മകന്റെ വിവാഹത്തിന് 70 ലക്ഷത്തിന്റെ പടക്കം പൊട്ടിച്ച മധ്യപ്രദേശിലെ BJP MLAക്കെതിരെ അർണാബ് ഉറഞ്ഞു തുള്ളി. When a BJP MLA says, yes, I spent 70 lakh rupees on firecrackers, there's a new trend among BJP leaders to display money. രക്തമാറ്റത്തിനിടെ 6 കുട്ടികൾക്ക് HIV ബാധിച്ച സംഭവം എന്നിവയുമായാണ് അർണാബ് ഇതിനെ താരതമ്യം ചെയ്തത്. എല്ലാ വിഷയത്തിലും ജനങ്ങളാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞ അർണാബ് നേപ്പാളിലെ അതിസമ്പന്നർ ആഡംബര ഷോകൾ നടത്തിയാണ് അവിടുത്തെ ജനങ്ങളെ പ്രകോപിപ്പിച്ചെന്ന് BJP ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ പോയാൽ ഇവിടെയും നേപ്പാളിലെ പോലെ ജൻസി പ്രക്ഷോഭം നടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇത് മറ്റാരെങ്കിലും ആണ് പറഞ്ഞിരുന്നെങ്കിൽ അത് ദേശവിരുദ്ധ പ്രസ്താവനയായി രാജ്യദ്രോഹിയായി മാറിയെന്നെ കേട്ടോ. അർണാബായോണ്ടൊന്നും സംഭവിച്ചില്ല. ഇൻഡിഗോ വിമാന പ്രതിസന്ധിക്കിടയിൽ അർണാബ് കേന്ദ്ര സർക്കാരിനെതിരെ കറന്നാക്രമിച്ചു. पूछता है भारत, मोदी सरकार क्या करे? पूछता है भारत, आज भारत के हर एक एयरपोर्ट में हाहाकार है. കേന്ദ്ര സർക്കാർ വിമാനയാത്രക്കാരെ പൂർണ്ണമായി കൈവിട്ടു എന്ന് പറഞ്ഞാണ് അർണാബ് ചർച്ച നയിച്ചത്. വ്യോമയാന വിപണിയുടെ 91.5% എയർ ഇന്ത്യയും ഇൻഡിഗോയും ചേർന്നാണ് കൈയാളുന്നതെന്ന് പറഞ്ഞ അർണാബ് ഈ കമ്പനികൾക്ക് തോന്നും പോലെ നിരക്ക് നിശ്ചയിക്കാം, യാത്രക്കാരെ പീഡിപ്പിക്കാം, അപകടങ്ങൾ ഉണ്ടായാൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാമെന്ന് വാദിച്ചു. അവിടെയും നിർത്തിയില്ല അർണാബ്. മോദി സർക്കാരിനെതിരെ തന്റെ വിമർശനമുറ തിരിച്ചുവെച്ചു. മോദി സർക്കാർ കുത്തകകളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഞാനതൊന്നും അംഗീകരിക്കുന്നില്ല, ഇവിടെ പല മേഖലകളും കുത്തകകൾ വളരുകയാണ് എന്ന് അർണാബ് പറഞ്ഞു.
ब्लैकमेल की है सरकार की और सरकार ने दबाव में अग्री कर गए, डेडलाइन बदल दिया गया है. ടാറ്റ ബിർള നായക ജയ്ഹേ എന്നായിരുന്നു കോൺഗ്രസ് കാലത്തെ കുത്തകൾക്കെതിരെ പ്രതിപക്ഷം പാടിയതെങ്കിൽ ഇന്ന് കോൺഗ്രസ് തിരിച്ചു പാടുന്നത് അംബാനി അദാനി നായക ജയ്ഹേ എന്നാണ്. കുത്തകകൾ എന്ന് പറയാൻ ഇന്ന് മോദിയുടെ ഇന്ത്യയിൽ ഇവരേ ഉള്ളൂ. വ്യോമയാന മേഖലയിൽ ഇൻഡിഗോ ഒരു കുത്തകയാണെന്ന് പറയുന്നതിനോടൊപ്പം ആ അവസരം അർണാബ് മോദിയുടെ പ്രിയപ്പെട്ട കുത്തകകൾക്കെതിരെയും തിരിച്ചു. ആരവല്ലി മരനിരകളുടെ വിഷയത്തിലാണ് അർണാബ് വീണ്ടും മോദി സർക്കാരിനെതിരെ തിരിഞ്ഞത്. രാജസ്ഥാനിൽ നിന്ന് ഡൽഹി വരെ നീണ്ടുകിടക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും പഴയ മലനിരകളിലൊന്ന്, ഡൽഹിയുടെ പ്രധാന ജലസ്രോതസ്സും ശുദ്ധവായു നൽകുന്ന ശ്വാസകോശവുമാണ് ആരവല്ലി. ആരവല്ലി നിരകളിൽ കൂടുതൽ ഖനനം അനുവദിക്കുന്ന രീതിയിലാണ് പുതിയൊരു സുപ്രീം കോടതി ഉത്തരവ് എന്നതായിരുന്നു അർണാബ് ഉയർത്തിയ ചർച്ച. 100 മീറ്റർ ഉയരമുള്ള കുന്നുകളെ മാത്രം ആരവല്ലി പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുക വഴി ആരവല്ലി പർവ്വതനിരയുടെ 90% നിയമസംരക്ഷണത്തിന് പുറത്താകും. ഇത് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വ്യാപക ഖനനത്തിനും വനനശീകരണത്തിനും വഴിയൊരുക്കും. ഇന്ന് ഡൽഹിയിലെ വിഷവായു പ്രശ്നം ഇത് വഷളാക്കും. അർണാബ് മറ്റു കേന്ദ്ര സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനം കെട്ടഴിച്ചു വിട്ടു. ഇതിലൂടെ കോർപ്പറേറ്റുകൾ ശതകോടികൾ സമ്പാദിക്കുമെന്നും രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുമെന്നും അർണാബ് പറഞ്ഞു. I think Narendra Modi ji, Prime Minister, should pull up the Environment Minister and stop him from destroying the Aravalis. നിങ്ങൾക്ക് ഈ മലകളെ നശിപ്പിക്കാം, പക്ഷെ ഇന്ത്യൻ പൗരന്മാരായ ഞങ്ങൾക്ക് അതിനെതിരെ ശബ്ദിക്കാൻ കഴിയില്ല. അതെന്താ അങ്ങനെ? ഇതൊരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ 200 കോടി വർഷം പഴക്കമുള്ള ഒരു പാരിസ്ഥിതിക വ്യവസ്ഥയെ നശിപ്പിക്കാൻ ജനാധിപത്യത്തിൽ ഏത് നിയമമാണ് അനുവദിക്കുന്നതെന്ന് എനിക്കറിയണമെന്നായിരുന്നു അർണാബിന്റെ ചോദ്യം. #സേവ് ദ ആരവല്ലീസ് എന്ന ഹാഷ്ടാഗ് ഉയർത്തിയായിരുന്നു അർണാബിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസും പരിസ്ഥിതി മന്ത്രാലയവും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അർണാബ് ആവശ്യപ്പെട്ടു. മോദിയെ നേരിട്ട് വിമർശിച്ചില്ലെങ്കിലും പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനോട് അർണാബ് കടുപ്പമുള്ള 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. രസകരമെന്ന് പറയട്ടെ, അർണാബിനെ പോലെ തന്നെ മോദിയുടെ പ്രിയങ്കരനായ ജേർണലിസ്റ്റ്, ഇപ്പോൾ ദൂരദർശന്റെ ചീഫ് എഡിറ്റർ സുധീർ ചൗധരിയെ ലക്ഷ്യം വെച്ചുകൊണ്ടും അർണാബ് സംസാരിച്ചു. The 15 crore anchor paid by the government of India cannot ask this question. But I'm asking this question on your behalf. ഭാരത സർക്കാർ ശമ്പളം നൽകുന്ന 15 കോടിയുടെ അവതാരകന് ഈ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. സംഖ്യകൾക്ക് വേണ്ടി കുഴലൂതുന്നതിന് ചൗധരിക്ക് മോദി സർക്കാർ 15 കോടി കൊടുത്തു എന്നാണ് അർണാബ് ഉദ്ദേശിച്ചത്. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ കോമഡികൾ അരങ്ങേറി. അർണാബ് എന്ന് കേട്ടാൽ ജയ് വിളിച്ച് ചാടി വീഴുന്നവർ പതുക്കെ വിട്ടുപിടിക്കാൻ തുടങ്ങി. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അർണാബ് സ്റ്റാൻഡ് മാറ്റിയോ എന്ന് സംഖ്യകൾക്ക് സംശയമായി. അർണാബിനും റിപ്പബ്ലിക് ചാനലിനും വേണ്ടി PR പണിയെടുത്തിരുന്ന BJP IT സെല്ലുകാർ അതീവ പക്വതയൊക്കെ നടിച്ച് കാഴ്ചക്കാരായി മാറി നിന്നു. അർണാബിന് നഖശികാന്തം എടുക്കാറുള്ള കോൺഗ്രസ് ഹാൻഡിലുകളും പ്രതിപക്ഷ കക്ഷികളും സമാനമായ രീതിയിൽ മൗനം അവലംബിച്ചു. നമ്മളും ഞാനും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുക. പോപ്കോൺ തിന്നുകൊണ്ട് എന്താ സംഭവിക്കണേ നമുക്കറിയണമല്ലോ. സത്യത്തിൽ എന്താ നടക്കുന്നത്? എന്താണ് അർണാബിന് സംഭവിക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അർണാബിന്റെ ഒരു സങ്കടമാണ്. BJP നേതൃത്വം പഴയ പോലെ പരിഗണിക്കുന്നില്ല, ചെറുതായി അവഗണിക്കുന്നു. മോദിക്ക് വേണ്ടി വിദൂഷ വേഷം കെട്ടി മാധ്യമപ്രവർത്തനം നടത്തുന്ന മറ്റനേകരിൽ ഒരാൾ മാത്രമാണ് താനുമെന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവ് അർണാബിനുണ്ടായി. നേരത്തെ സൂചിപ്പിച്ച ദൂരദർശൻ എഡിറ്റർ സുധീർ ചൗധരിയെ മോദി കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു പൊസസീവ്നെസ്സും അർണാബിന് വന്നു. സി ന്യൂസിലെ DNA എന്ന പരിപാടിയിലൂടെ പ്രശസ്തനായ സുധീർ ചൗധരി മുമ്പ് ആജ് തക് ചാനലിൽ കൺസൾട്ടിംഗ് എഡിറ്ററും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പ്രൈം ടൈം ഷോയുടെ അവതാരകനുമായിരുന്നു. അലറി വിളിക്കില്ല എന്നതൊഴിച്ച ലക്ഷണമൊത്ത മറ്റൊരു അർണാബ് തന്നെയാണ് സുധീർ. ആദർശമല്ല ആമാശയമാണ് മൂപ്പരുടെ പ്രധാന പ്രയോറിറ്റി. കോൺഗ്രസ് MP ആയിരുന്ന നവീൻ ജിൻഡാലിന്റെ കമ്പനിക്കെതിരെ വാർത്തകൾ നൽകാതിരിക്കാൻ 100 കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന കേസിൽ 2012 അദ്ദേഹം 20 ദിവസത്തോളം തടവിൽ കിടന്നുണ്ട്. ചെറിയ പുല്ലിയൊന്നും അല്ല കേട്ടോ. പണ്ട് നോട്ട് നിരോധനത്തിന് തൊട്ട് പിന്നാലെ പുതിയ നോട്ട് ഇറങ്ങിയപ്പോൾ അതിനുള്ളിൽ നാനോ GPS ചിപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് ഈ ചൗധരിയാണ്. മുസ്ലിങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ശത്രുക്കൾ. മുസ്ലിങ്ങളെ അപമാനിക്കാൻ ജിഹാദി ഫ്ലോ ചാർട്ട് ഉണ്ടാക്കിയതിന് ഇങ്ങേർക്കെതിരെ കേസ് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ കേസുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അർണാബിനെ വെച്ച് നോക്കുമ്പോൾ സർക്കാരിന് ഒരു അരിമണി തൂക്കം താല്പര്യം കൂടുതൽ ചൗധരിയോടാണ്. കാരണം കൂടുതൽ വർഗീയത പറയും. ഇത് തന്നെ അപമാനിക്കലായിട്ടാണ് അർണാബ് ശ്രമിക്കുന്നത് കാണുന്നതും. സുധീർ ചൗധരിയെ പോലെ അനേകം ചൗധരിമാരെ സംഘപരിവാർ സംവിധാനം വളർത്തിയെടുക്കുന്നുണ്ട്. അതിൽ നന്നായി ഇംഗ്ലീഷ് പറയുന്ന വാട്സാപ്പ് അർണാബുമാരും കുഞ്ഞ് അർണാബുമാരും ഒക്കെയുണ്ട്. ഈ കുത്തൊഴുക്കിൽ സംഘീയ ആൾക്കൂട്ടങ്ങളുടെ പിന്തുണ വീതം വെച്ച് പോവുകയാണ്. ആ നിലയ്ക്ക് പുതിയ വ്യൂവേഴ്സിനെ കൂട്ടേണ്ടത് അർണാബിന്റെ ആവശ്യമാണ്. കാരണം റേറ്റിംഗ് കുറയുകയാണ് റിപ്പബ്ലിക്കിന്റെ. പല കള്ളക്കളി കളിച്ചും റേറ്റിംഗിൽ മുമ്പനായിരുന്ന റിപ്പബ്ലിക് ഈ അടുത്തായി റേറ്റിംഗിൽ പുറകോട്ട് പോയിരിക്കുന്നു. പരസ്യ വരുമാനം കുറഞ്ഞു വരുന്നു.
വരുമാനമുണ്ടാക്കാൻ പിന്നെയുള്ള ആശ്രയം കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും സഹായങ്ങളാണ്. സംഘീയ മീഡിയകളുടെ അതിപ്രസരം കാരണം സർക്കാർ വർഗ സഹായങ്ങൾ വീതമിച്ചു പോവുകയാണ് ഇപ്പോൾ. അതിനാൽ അനേകം കാരണങ്ങളാൽ റിപ്പബ്ലിക് ചാനൽ ഇപ്പോൾ ഇത്തിരി ഞെരുക്കത്തിലാണ്. ഈ സാഹചര്യത്തിൽ താൻ കൂടെ നിൽക്കണമെങ്കിൽ കൂടുതൽ സഹായം വേണമെന്ന് പറയാതെ പറയുകയാണ് മോദിയോട് അർണാബ്. സർക്കാർ വിമർശനത്തിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലിബറൽ ആളുകളുടെ പിന്തുണ തേടുക എന്നൊരു തന്ത്രവും അദ്ദേഹത്തിനുണ്ട്. പുതിയ ഓഡിയൻസിനെ വേണം, അല്ലെങ്കിൽ മോദി കൈയച്ച് സഹായിക്കണം. എന്നാൽ സർക്കാർ വക സഹായങ്ങൾ പഴയതുപോലെ ലഭിക്കുകയും സംഘീയ ആൾക്കൂട്ടത്തിന്റെ നിർലോഭ പിന്തുണ ഇനിയും തുടരുകയും ചെയ്താൽ അർണാബ് പിന്നെയും നേഷൻ വാണ്ട്സ് ടു നോ എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കാനും BJPക്കായിട്ട് പിന്നെ ചീർഗേളായി മാറാനും അലറൽ തുടരാനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കലാപരിപാടികളുമായി അർണാബിന്റെ ചാനൽ വീണ്ടും വിഷം തുപ്പുന്നത് തുടരാൻ തന്നെയാണ് സാധ്യത. അല്ലാതെ ഇയാൾ നന്നായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെയാണെങ്കിലും BJPയുടെ ഈ രൂക്ഷമായ മലിനീകരണമുള്ള കാലത്ത് ചിലരെങ്കിലും മോദി ഈ സർക്കാരിന്റെ ദുഷിപ്പിനെതിരെ കുറച്ച് ദിവസങ്ങളെങ്കിലും ബാർഗെയിനിങ് ആയിട്ടാണെങ്കിലും കാശ് കിട്ടുന്നവരെയാണെങ്കിലും ഒരാഴ്ചയാണെങ്കിലും ഒരു മാസമാണെങ്കിലും സംസാരിക്കാൻ വെമ്പി നിൽക്കുന്ന സംഘപരിവാറുകാർക്ക് ഒരു ഓക്സിജൻ വാൽ വിട്ടുകൊടുക്കുന്നുണ്ട് അർണാബ് ഗോസ്വാമിയുടെ ഈ വാക്കുകൾ. പുള്ളിയെ വേദനിപ്പിച്ച വേറൊരു കാര്യം ഉണ്ടായിട്ടോ. പുടിൻ ഇന്ത്യ സന്ദർശിച്ചല്ലോ. അപ്പൊ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ സാധാരണ അർണാബിനാണ് പ്രാമുഖ്യം കിട്ടുന്നത്. അദ്ദേഹത്തിന് പക്ഷെ പുടിന്റെ ഇന്റർവ്യൂ കിട്ടിയില്ല, മോദി വേറെ ആൾക്ക് കൊടുത്തു. അപ്പൊ മൊത്തത്തിൽ പുള്ളിക്ക് അങ്ങോട്ട് വിഷമുണ്ട്. എന്താ ചെയ്യാ? അപ്പോഴാണ് അർണാബ് ഗോസ്വാമി BJPയെ രൂക്ഷമായി വിമർശിക്കുന്നു എന്ന വലിയ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്താ ശരിക്കും ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം തോന്നിയ കമന്റ് ഇടണേ. കാരണം അത്ര അസാധാരണവും അമ്പരപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണിത്. കാരണം എന്താ, അർണാബ് വെറും ഒരു മാധ്യമ പ്രവർത്തകനല്ല. ഇന്ത്യൻ ന്യൂസ് റൂമുകളെ സംഖ്യകൾ കൊറ്റിക്കൊടുക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഗോദി മീഡിയ അടിമ സംഘത്തിന്റെ ആജീവനാന്ത മേധാവിയാണ്. സംഘപരിവാറിന്റെ മാധ്യമ ഗുണ്ടാത്തലവൻ. ടൈംസ് നൗ മുതൽ റിപ്പബ്ലിക് ചാനൽ വരെയുള്ള വാർത്താ ഇടങ്ങളിലിരുന്ന് BJPക്ക് വേണ്ടി കുഴലൂതുകയും സംഘപരിവാറിന്റെ എതിരാളികളെ നിലതെറ്റി ആക്രമിക്കുകയും ചെയ്യുന്ന മുഴുസംഘി. ആളുകളെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുകയും എതിരഭിപ്രായം പറയുന്നവരുടെ മൈക്ക് ഓഫാക്കി അവരെ പുലഭ്യം പറയുകയും ചെയ്യുന്ന മൂന്നാംകിട ജേർണലിസ്റ്റ്. ഇതിനപ്പുറം ഇന്ത്യ എന്തു ചിന്തിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് നാഷൻ വാണ്ട്സ് ടു നോ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് നടക്കുന്ന ധാർഷ്ട്യമുള്ള മുന്തിയ അവതാരകൻ. ഈ മനുഷ്യനാണിപ്പോൾ മോദിയോടും BJPയോടും വിയോജിപ്പ്. ഈ അർണാബാണ് ഇപ്പോൾ BJPയെ വിമർശിക്കുന്നത്. എന്താ ചെയ്യുക? ചിരിക്കല്ലാതെ എന്ത് ചെയ്യുക?